ഹായ് ഗൈസ്, മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ എന്റെ ഷോർട്സ് കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റഡി ടിപ്സ് ആണ്. ഞാൻ അവസാന നിമിഷം വെച്ചിട്ടാണ് പഠിച്ചത്. ബട്ട് ഐ സ്റ്റിൽ സ്കോർഡ് 573 ഔട്ട് ഓഫ് 580. നാട്ടിൽ എന്തൊക്കെ പരിപാടി ഉണ്ടോ അതിന് മൊത്തം ഞാൻ നിന്നിട്ടുണ്ടാവും. സ്പോർട്സ്, ആർട്സ്, NSS, എവ്രിതിങ് എല്ലാം ഉണ്ടായിരുന്നു. പുറത്തും പരിപാടികൾ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് മാർക്കും ഉണ്ട്. നിങ്ങൾക്കും അതെങ്ങനെ സ്കോർ ചെയ്യാന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് വെറും ബേസിക് ടിപ്സ് അല്ല, ആദ്യം പറയുന്നു. എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ ഷോർട്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് യൂസ് ChatGPT. അപ്പം ChatGPT എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നമുക്ക് അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ നോട്ട്സ്, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്ന നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന നോട്ട്സ് ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് പറയാ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ സിമ്പിൾ ഇംഗ്ലീഷ് വേർഡ്സ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പം അത് ശരിക്കുള്ള ഉത്തരമായിരിക്കണം എന്നില്ല. കാരണം മലയാളത്തിൽ ഞാൻ ഇപ്പോഴൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ പൊട്ടത്തരാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. വെരി സിമ്പിൾ വേർഡ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ChatGPT അത് പറഞ്ഞു തരും. പോയിന്റുകളായിട്ട് ഒരു ടോപ്പിക് തന്നെയാണെങ്കിൽ അത് പല പാർട്സ് ആക്കി തിരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാലം ഒന്നും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ വേഗം തലയിൽ കയറും. ഇത് ഞാൻ കുറെ യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു വിചാരിക്കാം. ആ ചാപ്റ്ററിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും, അതിൽ നിന്ന് വരാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. എന്നിട്ട് അത് എപ്പോഴാണോ നോട്ട് ഡൗൺ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണോ നോക്കണല്ലോ. നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നോട്ട് ഡൗൺ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ ഒന്നും കൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ ഫീഡായി. ഇല്ലെങ്കിൽ നിങ്ങൾ അത് മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. എന്താണോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് അത് ഒന്നുകൂടി ഇരുന്ന് പഠിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ടൈം വേസ്റ്റ് ആവാൻ നിൽക്കും. കാരണം ഓൾറെഡി മനസ്സിലായ കാര്യങ്ങളുടെ മുകളിൽ നമ്മൾ വീണ്ടും തല ഉണ്ടാക്കുന്നതിന് പകരം മനസ്സിലാവാത്ത എവിടെയാണോ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഞാനിപ്പോഴും അങ്ങനെയാണ് പഠിക്കാറ്. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങള് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പം നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയാ ഡൗട്ട് എന്ന്. പിന്നെ ഫുൾ ഡൗട്ട് ആയിരിക്കും. ആ ഡൗട്ട് മുഴുവൻ ക്ലിയർ ചെയ്യുക. ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് ചിലർക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കാം. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമാണ്, ഇത്രയും നമ്മൾ പഠിച്ചു, ഇനി എന്തുകൊണ്ട് ബാക്കി പഠിച്ചുകൂടാ, അങ്ങനെ ഒരു തോന്നൽ വരാം. എനിക്കങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഈസി ആയിട്ടുള്ളതാണ് പഠിക്കാറ്. പക്ഷേ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരും ഉണ്ട്. ലൈക്ക് ആദ്യം ടഫായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കും. ആദ്യം ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നമ്മൾ പഠിച്ചു. ലൈക്ക് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർന്നു, ഇനി ഇത്തിരി അല്ലേ ഉള്ളൂ ബാക്കി, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ബാക്കി പഠിക്കാം. അങ്ങനെ ആദ്യം ടഫായിട്ടുള്ളത് പഠിച്ചിട്ട് ഒക്കെ ഒരു വലിയ ഭാരം ഒഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ആശ്വാസം കണ്ടെത്തുന്നവരും ഉണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ് വേ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറയുന്നത്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ട് പോകരുത്. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പെറുക്കി പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് ടഫാക്കാനായിട്ടുണ്ടാവും, എന്തെങ്കിലും നമ്മളൊന്ന് കുഴപ്പിക്കുന്ന സാധനം ഉണ്ടാവും. അത് ആൻസർ ചെയ്യുന്നവരായിരിക്കാം ഫുൾ മാർക്കിൽ എത്തുന്നത്. ഫുൾ മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് മുഴുവൻ അരിച്ചു പെറുക്കി പഠിക്കണം. ചിലർക്കുണ്ടാവും ജസ്റ്റ് വായിച്ചാൽ തലയിൽ കയറുന്നവരുണ്ടാവും. ബട്ട് നോർമലി അത് നമ്മൾ പഠിക്കേണ്ടി വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് പോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട്സ് ഉണ്ടാക്കുക. എല്ലാ കോണ്ടന്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, ഒന്നുപോലും മിസ് ചെയ്യരുത്. നിങ്ങളിപ്പോ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് കറക്റ്റ് ആയിരിക്കണം. തെറ്റ് നിങ്ങൾ പഠിക്കരുത്. ആ സാധനം നിങ്ങളുടെ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ തന്നെ ഒരു നോട്ട് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള നോട്ട്സ് പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, സ്കൂളിൽ നിന്ന് തരുന്നതോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള നോട്ട്സോ വേറെ ആരും ഉണ്ടാക്കിയ നോട്ട്സ് ആണ്. അത് നിങ്ങളുടെ തലയിൽ കയറ്റാൻ കുറച്ച് പണിയാണ്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ് നിങ്ങൾക്ക് മനസ്സിലായതാണ് നിങ്ങൾ എഴുതിയത്. അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഒന്ന് തലയിലാക്കാൻ. കാരണം കമ്പാരിറ്റീവ്ലി അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് പഠിക്കുക. അത് ഫുള്ളി ഇരുന്ന് പഠിക്കുക, വേഗം പഠിക്കാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ PYQ മൊത്തം ചെയ്യുക.
ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ചാപ്റ്റർ നീറ്റായിട്ട് കംപ്ലീറ്റ് ആവും. അതിലുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു, അതിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങൾ ചെയ്തു. PYQ ചെയ്യുമ്പോൾ ഒരു 5-6 വർഷം മുന്നുള്ളത് മുതലെങ്കിലും ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററും വൃത്തിക്കും വെടുപ്പിനും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എക്സാം എഴുതുമ്പോഴുള്ള ടിപ്പാണ്. എക്സാം എഴുതുമ്പം നിങ്ങൾ തെറ്റുത്തരാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക, പക്ഷെ അത് ശരിയായി തോന്നണം. ആൻസർ ഷീറ്റ് നല്ല വൃത്തിക്ക് എഴുതുക. കാരണം ഉത്തരം തെറ്റാണെങ്കിലും അത് ശരിയാണെന്ന് തോന്നണം. മൊത്തം തെറ്റാണെങ്കിൽ മാർക്ക് കിട്ടുമെന്നല്ല, അവിടെ ഇവിടെയൊക്കെ തെറ്റുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ തെറ്റുത്തരം എന്നുള്ള കാര്യം മാത്രമല്ല, നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ തുറക്കുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ വരും, അത് നല്ലൊരു വൃത്തിയുള്ള ആൻസർ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ. ആക്ച്വലി ഞാൻ സ്കൂളിൽ നിന്നും ഇങ്ങനെ ചെയ്യാറില്ല. ഞാൻ പബ്ലിക് എക്സാമിന് എഴുതുമ്പോൾ വൃത്തിക്ക് എഴുതാറുണ്ട്. ഓക്കെ, അല്ലാത്ത സമയമൊക്കെ ഞാൻ വൃത്തികേടായിട്ട് തന്നെയാണ് എഴുതാറ്. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇങ്ങനെ വൃത്തിക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാന്ന് തോന്നും. ഓക്കെ, നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് PYQs ചെയ്യുക. ഇത് എല്ലാവരും ആക്ച്വലി പറഞ്ഞു മടുത്ത കാര്യമാണ്, പക്ഷേ PYQs ശരിക്കും വർക്കാവുന്ന കാര്യമാണ്. നിങ്ങളൊരു 5-6 വർഷം മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്യുകയാണ്. ഒരു സബ്ജക്റ്റ് എടുക്കുക, അതിന്റെ മുഴുവൻ ക്വസ്റ്റ്യൻസ് 5-6 വർഷം മുന്നേയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 99.999% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. +2 വരെയുള്ള കാര്യമാണ്. +2 ശേഷം എനിക്കറിയില്ല. മുന്നേ വന്ന ക്വസ്റ്റ്യൻസിനെ ഇനി വരാൻ ചാൻസ് ഉള്ളൂ. പാറ്റേൺ വരെ ചിലപ്പം സെയിം ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്കിന്റെ അടുത്തെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതേപോലുള്ള പാറ്റേൺ ഒക്കെ തന്നെയാണ് ഈ വർഷവും വരാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം 1-2 എണ്ണം. അതാണ് ഞാൻ പറഞ്ഞത്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ അരിച്ചു വെറുക്കണം. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തം PYQs ഇരുന്ന് പഠിക്കുക, ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് ഇതെന്ന് പറയുന്നത്, ഒരു ടോപ്പിക് നിങ്ങൾ എടുക്കുക, ആ ടോപ്പിക്ക് ഏറ്റവും സിംപിളസ്റ്റ് വേർഡ്സിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിക്കും അത് മനസ്സിലാവണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റക്ക് ആവും. നമുക്കൊരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത സമയത്താണ് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. അതിന്റെ അർത്ഥം നമുക്കും അറിയില്ല, കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇതൊരു കുഞ്ഞു കുട്ടിക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പം അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യണം. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയപ്പോഴാണ് നമുക്ക് ആ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാവുമ്പോൾ. അപ്പം ഇതാണ് ലാസ്റ്റ് ടിപ്പ്, ഏറ്റവും സിംപ്ലസ്റ്റ് വേർഡ്സിൽ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോണസ് ടിപ്പ്. എന്നെ പോലെ പബ്ലിക് എക്സാമിന് ഉറക്കം തൂക്കാതെ ഇരിക്കുക. ഏറ്റവും ലാസ്റ്റ് എക്സാം ആയിരുന്നു ഇംഗ്ലീഷിലായിരുന്നു 5 മാർക്സ് പോയത്, 2 മാർക്ക് അക്കൗണ്ടൻസിക്കും പോയി. എനിക്കാണെങ്കിൽ 2-3 മാസം എക്സാംസ് എഴുതി മടുത്തു. സീരീസ് ടെസ്റ്റ്, പ്രീ മോഡൽ, പിന്നെ പബ്ലിക്കിന്റെയും ലാസ്റ്റിലേക്ക്. അങ്ങനെ വന്ന സമയത്ത് എക്സാംസിനോട് തന്നെ എനിക്കൊരു സത്യം പറഞ്ഞ ഒരു മടുപ്പ് വന്നു. ലാസ്റ്റിലേക്കുള്ള എക്സാം ഇംഗ്ലീഷാണ്, കുറെ എഴുതണം. അപ്പം എനിക്കൊരു മടി വന്നു. ഞാൻ പിന്നെ കുറച്ച് മടി പിടിച്ചിട്ടാണ് കുറച്ചൊക്കെ അവിടെ എന്തൊക്കെയോ കാട്ടി എഴുതിയതാണ് ഞാൻ ആക്ച്വലി ഇംഗ്ലീഷ് എക്സാം. പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് ആകെ 5 മാർക്കേ പോയിട്ടുള്ളൂ. അപ്പൊ എനിക്കൊരു എഴുതിയാൽ മതിയായിരുന്നു ഒരു തോന്നലുണ്ടാവും. അപ്പം അങ്ങനത്തെ റിഗ്രറ്റ്സ് ഒന്നും വരുത്താതെ നോക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പബ്ലിക് എക്സാംസ്. നന്നായിട്ട് എഴുതുക. ആൻഡ് ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ.